അർജുന്റെ അന്ത്യയാത്രയാണ്. ഗംഗാവലി പുഴയുടെ തീരത്ത് അപകടമുണ്ടായ ഷിരൂരിലെ കുന്നിടിഞ്ഞ് ദേശീയപാതയും കടന്ന് ഗംഗാവലി പുഴയിലേക്ക് ആ ട്രക്ക് തള്ളിയ നദിയുടെ മടിത്തട്ടിലേക്ക് വീഴ്ത്തിയയിടത്ത് അപകട സ്ഥലത്ത് അല്പസമയം ആ വാഹനമൊന്ന് നിർത്തും. അർജുന്റെ അവസാന യാത്രാമൊഴിയും ഗംഗാവലി സ്വീകരിക്കും. അതിനുശേഷം നേരെ കണ്ണാടിക്കലിലേക്ക് അർജുന്റെ വീട്ടിലേക്ക് ഈ യാത്ര നീളും. വഴിയിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നു പോലീസുകാർ. അങ്ങനെ അർജുൻ തിരികെ എത്തുകയാണ് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക്. ദീപക്, ഒരിക്കലും ഇങ്ങനെയൊരു മടങ്ങിവരവല്ല കുടുംബം പ്രതീക്ഷിച്ചത്. പക്ഷേ ഒടുവിൽ അർജുൻ എവിടെയാണെന്നുള്ളതിന്റെ ഒരു ശേഷിപ്പെങ്കിലും കിട്ടിയാൽ മതി എന്ന ഘട്ടത്തിലേക്ക് വരെ അവർ എത്തി. അവരുടെ കണ്ണീരൊക്കെ കരഞ്ഞു കരഞ്ഞു വറ്റുന്നതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം മുഴുവനെന്നല്ല, മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാം കണ്ടറിഞ്ഞത്. അർജുൻ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾ നാളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ കണ്ണാടിക്കലിൽ ഒരുങ്ങുന്നുണ്ടാവണം. ഒരു നൊമ്പരമായി ഗംഗാവാലിയുടെ അടിത്തട്ടിലേക്ക് മരണം കൊണ്ടുപോയ അർജുൻ